തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തനിക്കുണ്ടായ ഉൾവിളിയെ തുടർന്നാണ് കുഞ്ഞിനെ കൊന്നത് എന്നായിരുന്നു പ്രതി പോലീസിന് നൽകിയ മൊഴി. കൊലയ്ക്ക് പിന്നിലെ കാരണം ഉൾപ്പെടെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് SP S സുദർശനൻ വ്യക്തമാക്കി. രാവിലെ മുതൽ അരങ്ങേറിയ നാടകീയതയ്ക്കൊടുവിൽ രാത്രി 8 മണിയോടെയാണ് പ്രതി ഹരികുമാറിനെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിക്കാനായത്. കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മാവനായ പ്രതി സമ്മതിച്ചെങ്കിലും എന്തിനിത് ചെയ്തു എന്ന കാര്യത്തിൽ കൃത്യമായ മൊഴി പോലീസിന് ലഭിച്ചിട്ടില്ല. തനിക്ക് ഉൾവിളിയുണ്ടായപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. പലപ്പോഴായി ഇയാൾ മൊഴി മാറ്റിപ്പറയുകയും ചെയ്തു. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കണമെങ്കിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് SP S സുദർശനൻ പറഞ്ഞു. പ്രതിയുടെ വാട്സ്ആപ്പ് ചാറ്റുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുമെന്നും SP വ്യക്തമാക്കി. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലങ്ങളാണ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും പിതാവിനെയും മുത്തശ്ശനെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായതിനെ തുടർന്നാണ് വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ പാർപ്പിച്ചിരുന്ന കുട്ടിയുടെ മാതാവ് ശ്രീധുവിനെയും SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ ജ്യോത്സ്യനായ ദേവിദാസൻ എന്ന പ്രദീപിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പക്ഷേ കുട്ടിയെ എന്തിന് കൊലപ്പെടുത്തിയെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. കൊലപാതകത്തിനുള്ള കാരണം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഇതിനായി തൊട്ടടുത്ത ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.